സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം അന്വേഷിക്കാൻ ഉത്തരവിട്ട വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ. ഹോസ്റ്റലിൽ നടന്ന മർദ്ദനത്തിൽ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മർദ്ദനത്തിൽ പോലീസ് ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ ഉപരോധത്തിൽ KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കാര്യവട്ടം ക്യാമ്പസിലെ മർദ്ദനത്തിൽ KSU ജില്ലാ സെക്രട്ടറി സാന്റോസിന്റെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശ് ചേർന്ന വിവരങ്ങളുമായി. അഞ്ജു, അതിനാടകീയ സംഭവങ്ങളായിരുന്നു. അർദ്ധരാത്രി വരെ നീണ്ട അതിനാടകീയമായ സംഭവങ്ങൾ. കാറിൽ നിന്നിറങ്ങിയ M. വിൻസെന്റ് MLA പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഈ KSUക്കാര് പറയുന്നത് ഇടിമുറിയിൽ കൊണ്ടുപോയി SFI ആക്രമിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് SFIയും പറയുന്നു. സത്യത്തിൽ കാര്യവട്ടം ക്യാമ്പസിൽ ഇത്തരത്തിലൊരു ഇടിമുറിയുണ്ടോ? ഈ നടന്ന സംഭവം എന്താണ്? ഇതിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ? പോലീസ് അന്വേഷണം ഏതു തരത്തിലാണ് അഞ്ജു? സേതു, കഴിഞ്ഞ ദിവസം രാത്രി ഫ്രഷേഴ്സ് ഡേയുമായി അനുബന്ധിച്ചാണ് കോളേജ് അലങ്കരിക്കാൻ SFIയും KSUയും ക്യാമ്പസിനകത്തുണ്ടായിരുന്നത്. അതിനിടയിലാണ് സാന്റോസും ഒപ്പം തന്നെ SFI പ്രവർത്തകരും തമ്മിൽ ഫ്ലെക്സ് ബോർഡിന്റെ പേരിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുന്നത്. അത് പിന്നീട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഹോസ്റ്റൽ മുറിയിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് നിലവിൽ KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ലെന്നും സാന്റോസ് പുറത്തുനിന്ന് രണ്ടുപേരെ ഹോസ്റ്റലിനകത്തേക്ക് കൊണ്ടുവന്നതാണ് പ്രശ്നം വഷളാക്കിയതുമെന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്നാൽ ഈ ക്യാമ്പസിനകത്ത് നടന്ന പ്രശ്നത്തിന് പിന്നാലെ KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാന്റോസും ഒപ്പം തന്നെ KSU പ്രവർത്തകരും ഇന്നലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് ഉപരോധം നടത്തുകയുണ്ടായി. ഈ ഉപരോധത്തിൽ ചാണ്ടി ഉമ്മൻ MLAയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സ്റ്റേഷൻ പടിക്കൽ ഉപരോധം ഉണ്ടായിരുന്നത്. എന്നാൽ ഉപരോധം നടക്കുന്നതിനിടയിൽ തന്നെ KSUവിന്റേത് തട്ടിപ്പ് സമരം എന്നാരോപിച്ച് SFI പ്രവർത്തകരും അവിടെ സ്റ്റേഷന് മുന്നിൽ സംഘടിച്ചെത്തി. പിന്നീട് ഇരുപക്ഷവും സ്റ്റേഷന് മുന്നിൽ പരസ്പരം പോർവിളിയായിരുന്നു. ആ പോർവിളിക്കിടയിലാണ് ഈ വിൻസെന്റ് MLA ഒപ്പം തന്നെ ചെമ്പഴന്തി അനിലും ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്നാൽ ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാരോപിച്ചു വീണ്ടും സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിനിടെയാണ് ഒരു കൺട്രോൾ റൂമിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കല്ലേറുണ്ടാവുന്നത്. ഉദ്യോഗസ്ഥന് പരിക്കുണ്ടായിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ആ സംഘർഷാവസ്ഥ ശാന്തമാക്കാൻ വേണ്ടി കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സ്ഥലത്തെത്തുകയാണ് ചെയ്തത്. പിന്നീടാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ 3 FIRകളാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന്, ഈ സ്റ്റേഷനിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFIക്കും ഉപരോധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ SFIക്കും KSUവിനും എതിരെയാണ് കേസുള്ളത്. MLAമാരായ ചാണ്ടിയുമ്മനും M. വിൻസെന്റ് MLA എന്നിവർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ SFI ജില്ലാ പ്രസിഡന്റ് നന്ദൻ അടക്കം 23 പ്രവർത്തകർക്കും SFIയുടെ 23 പ്രവർത്തകർക്കും കേസുണ്ട്. KSUവിന്റെ 20 പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. പോലീസുകാരന് നേരെക്കെതിരെ കല്ലെറിഞ്ഞതും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിന് അടക്കമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സേതു, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്താണെങ്കിലും അർദ്ധരാത്രി വരെ നീണ്ട ഒരു നാടകീയ സംഭവം തന്നെയായിരുന്നു കാര്യവട്ടം ക്യാമ്പസിൽ ഇന്നലെ ഉണ്ടായ സംഘർഷം. എന്താണെങ്കിലും ഇതിൽ അന്വേഷണത്തിന് വൈസ് ചാൻസലർ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു വാർത്ത. മാത്രമല്ല, ഈ മർദ്ദനത്തിൽ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശമുണ്ട്. ഈ മർദ്ദനത്തിന്റെ പേരിൽ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.